പാടിപ്പുകഴ്ത്തും ഞാൻ കാൽവരിയിൻ സ്നേഹം, കരുണയിൻ സാഗരമേ എന്നെന്നും പാടിപ്പുകഴ്ത്തും ഞാൻ കാൽവരിയിൻ സ്നേഹം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാനേൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടി പാലിക്കുകയും സോദോം ഗോമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ചു മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മപ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമപ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. വടക്കേ ആഫ്രിക്കയിലെ ആദിവാസികളുടെ ഇടയിൽ കുരങ്ങുകളെ പിടിക്കുവാൻ ഒരു എളുപ്പവഴി അവർ കണ്ടെത്തിയിരുന്നു. കുരങ്ങിന്റെ കൈപ്പത്തി മാത്രം കയറുവാൻ സാധിക്കുന്ന ഒരു പാത്രത്തിനുള്ളിൽ അതിനിഷ്ടമുള്ള കപ്പലണ്ടി വെക്കുകയും ആ പാത്രം മരത്തോട് ചേർത്ത് ബന്ധിക്കുകയും ചെയ്യും. രാത്രിയിൽ ഭക്ഷണം തേടി വരുന്ന കുരങ്ങ് ആ പാത്രത്തിൽ കൈയിടുകയും ആ കൈ നിറയെ തനിക്കിഷ്ടമുള്ള കപ്പലണ്ടി കൈക്കലാക്കുകയും ചെയ്യും. കൈ നിറയെ കപ്പലണ്ടി ഇരിക്കുമ്പോൾ അതിന് തന്റെ കൈ പുറത്തേക്ക് എടുക്കുവാൻ സാധിക്കാതെ വരുന്നു. രാവിലെ വരെയും കൈ പുറത്തെടുക്കുവാൻ പ്രയാസപ്പെടുകയും അങ്ങനെ അതിനെ അനായാസം പിടിക്കപ്പെടുകയും ചെയ്യുന്നു. വിലയില്ലാത്ത അല്പം കാര്യങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം നശിപ്പിച്ച കുരങ്ങിനെ നാം പരിഹസിച്ചേക്കാം. എന്നാൽ ഇന്ന് നാം വായിച്ച വേദഭാഗത്തിൽ താൽക്കാലിക ലാഭത്തിനായി ഇങ്ങനെ ജീവിതത്തിൽ വിലയേറിയ പലതും നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയെ നമുക്ക് കാണാം. അബ്രഹാം കൽദേരുടെ ഊരിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ തന്നോടൊപ്പം വന്ന തന്റെ സഹോദരന്റെ പുത്രനായിരുന്നു ലോത്ത്. അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാൻ സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ അവരുടെ ഇടയന്മാർ തമ്മിൽ പിണക്കമുണ്ടായപ്പോൾ തനിക്കിഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കുവാനുള്ള അബ്രഹാമിന്റെ നിർദ്ദേശം ലോത്ത് അംഗീകരിക്കുകയുണ്ടായി. ദുഷ്ടത നിറഞ്ഞ പട്ടണമായ സോദോമിനോട് ചേർന്നുള്ള പച്ചപ്പ് നിറഞ്ഞ താഴ്വര താൻ തെരഞ്ഞെടുത്തു. അല്പകാലത്തിനുള്ളിൽ ലോത്ത് സോദോം പട്ടണത്തിലേക്ക് താമസം മാറ്റിയതായി നാം വായിക്കുന്നു. എന്നിരുന്നാലും ലോത്തിനെ ഒരു നീതിമാനായാണ് നാം വായിച്ച ഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. ദുഷ്ടത നിറഞ്ഞ പട്ടണത്തിൽ പോയി താമസിക്കുവാൻ സ്വയം തെരഞ്ഞെടുത്തവനും ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ വന്ന ദൂതന്മാരുടെ വാക്കു കേൾക്കുവാൻ വിമുഖത കാട്ടുകൊണ്ട് അവരാൽ നിർബന്ധിക്കപ്പെട്ടവനും അവസാനം തന്റെ ഭാര്യയെപ്പോലും ഹൃദയം കൊണ്ട് ആ പട്ടണം വിട്ടു പോരുവാൻ സ്വാധീനിക്കാൻ സാധിക്കാത്തവനുമായ ഒരാളെ എങ്ങനെ നീതിമാനെ കണക്കാക്കും? തന്റെ 2 പുത്രിമാരും അപ്പനാൽ ഗർഭം ധരിക്കപ്പെടത്തക്കവണ്ണം അവനെ വീഞ്ഞു കുടിപ്പിച്ച് അവനോടുകൂടെ ശയിച്ച മ്ലേച്ഛതയും നാം അഭാവത്ത് വായിക്കുന്നു. വിശ്വാസത്തിന്റെ തെറ്റായ മാതൃകയായി പലരും കാണുന്ന മറ്റൊരു വ്യക്തിയാണ് ശിംശോൻ. എന്നാൽ അദ്ദേഹത്തെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ദൈവത്താൽ നല്ല സാക്ഷ്യം ലഭിച്ചവരുടെ പട്ടികയിൽ നാം കാണുന്നു. എന്നാൽ ഈ 2 പേരെയും അബ്രഹാമിനെ പോലെ തന്നെ നീതിമാന്മാരായ ദൈവം എണ്ണിയെന്ന് മനസ്സിലാക്കാം. ദൈവം മനുഷ്യരെ നീതിമാന്മാരായി കണക്കാക്കിയത് അവരുടെ നന്മ കൊണ്ടല്ല, മറിച്ച് അഭക്തനെ നീതിമാനായി എണ്ണുവാൻ കഴിയുന്ന ദൈവത്തിലുള്ള അവരുടെ വിശ്വാസം മൂലമാണ്. മലിനത നിറഞ്ഞ ജനത്തിന്റെ ഇടയിൽ ജീവിച്ചപ്പോഴും തന്റെ ദൈവീക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ ലോത്ത് ശ്രമിച്ചതായി നാം കാണുന്നു.
തന്റെ 2 പെൺമക്കളും പുരുഷൻ തൊടാത്തവരാണ് എന്ന തന്റെ പ്രസ്താവനയിൽ നിന്ന് അവരെ ദൈവിക വഴികളിൽ നടത്തുവാൻ താൻ ശ്രമിച്ചു എന്ന് മനസ്സിലാക്കാം. പട്ടണവാതിൽക്കൽ പട്ടണത്തിലെ ഒരു പ്രധാനിയായി ഇരിക്കുകയായിരുന്ന ലോത്ത് അപരിചിതരെ കണ്ടപ്പോൾ അവരെ തന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു. ആ പട്ടണത്തിന്റെ ദുഷ്ടതയും ആ വഴിപോക്കർ വീതിയിൽ രാപാർക്കുന്നതിന്റെ അപകടവും താൻ മനസ്സിലാക്കി സോദോം പട്ടണത്തിന്റെ അഭക്തിയും ദുഷ്ടതയും അറിഞ്ഞെന്ന് മാത്രമല്ല, ആ പട്ടണത്തിൽ വന്ന അപരിചിതരെ അവരുടെ ദുഷ്ടതയിൽ നിന്ന് സംരക്ഷിക്കുവാൻ താൻ ധീരമായി മുൻകൈയെടുത്തു. ആ അതിഥികളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു എന്ന് മാത്രമല്ല, അവരെ ഉപദ്രവിക്കുവാൻ വന്ന ജനങ്ങളിൽ നിന്ന് അവരെ കാത്തുകൊള്ളുകയും ചെയ്തു. ദൂതന്മാർ പറഞ്ഞ കാര്യങ്ങൾ താൻ വിശ്വസിക്കുകയും തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് ആ പട്ടണത്തിന്റെ നാശത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അവസാനമായി ഭാര്യ ഉപ്പുതൂണായി മാറിയപ്പോഴും പുറകോട്ട് തിരിഞ്ഞു നോക്കരുത് എന്ന ദൂതന്മാരുടെ കൽപ്പന താൻ പൂർണ്ണമായി അനുസരിച്ചതായും നാം കാണാം. തന്റെ വിശ്വാസം നിമിത്തം തീയിൽ കൂടി എന്ന പോലെ ലോത്ത് രക്ഷപ്പെട്ടു. ലോത്തിന്റെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കി താൻ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെല്ലാം ചെയ്യാമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അഭിവൃദ്ധി പ്രാപിക്കണം എന്ന വ്യക്തിപരമായ തന്റെ ആഗ്രഹം മാറ്റിവെച്ച് അബ്രഹാമിന് ആദ്യം തെരഞ്ഞെടുക്കുവാനുള്ള അവസരം തനിക്ക് നൽകാമായിരുന്നു. തനിക്ക് തെരഞ്ഞെടുക്കുവാൻ അവസരം തന്നപ്പോൾ തന്നെ ആട്ടിൻകൂട്ടത്തിന് തക്കതായ മേച്ചിൽപ്പുറങ്ങൾ മാത്രമായിരിക്കരുതായിരുന്നു തന്റെ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനം. ഭൗതിക സമൃദ്ധിയും ഉയർന്ന ജീവിത നിലവാരവും മാത്രമായിരിക്കരുത് താമസ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിനുള്ള നമ്മുടെ മാനദണ്ഡം. ആ നഗരത്തിലെ ആളുകൾ ദുഷ്ടന്മാരും ദൈവം മുമ്പാകെ പാപികളുമാണെന്ന് അവൻ അറിയാമായിരുന്നു. തന്റെ ഉദ്ദേശം നിറവേറ്റുന്നതിനായി ദൈവം നമ്മെ അത്തരം ഒരു സ്ഥലത്തേക്ക് നയിച്ചേക്കാം എന്നത് ശരിയാണ്. ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നിട്ടും കനാനിൽ പോയി ജീവിക്കുവാൻ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ലോത്തിന്റെ തെരഞ്ഞെടുപ്പ് അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ളതായിരുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പുകളുടെ അനന്തര ഫലമാണ് നമ്മുടെ ജീവിതത്തിന്റെ അന്തസത്ത. ഉദാഹരണമായി, ദൈവകൽപ്പനകളോടുള്ള നമ്മുടെ പ്രതികരണം, ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നതിൽ നമ്മുടെ മാനദണ്ഡങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന രീതി, നമ്മുടെ വാസസ്ഥലം തിരഞ്ഞെടുക്കുന്ന വ്യവസ്ഥകൾ, ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം, ആവശ്യത്തിലിരിക്കുന്നവരോടുള്ള നമ്മുടെ ഭാവം, കൊടുക്കുവാനുള്ള നമ്മുടെ ചിന്ത, കുട്ടികളെ വളർത്തുന്നതിനോടുള്ള നമ്മുടെ മനസ്ഥിതി, പണത്തോടുള്ള നമ്മുടെ മനോഭാവം, ജോലി തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡങ്ങൾ, പാപത്തിൽ ജീവിക്കുന്ന ഒരു സഹോദരനോടുള്ള നമ്മുടെ സമീപനം, നമ്മുടെ ശത്രുക്കളോടുള്ള നമ്മുടെ മനോഭാവം എന്നിങ്ങനെ ജീവിതത്തിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നമ്മുടെ ജീവിതഗതിയെ മാറ്റിമറിക്കുന്നതായിരിക്കും. ലോത്ത് തന്റെ വിശ്വാസം നിമിത്തം സ്വന്തം നീതി കാത്തു സൂക്ഷിച്ചെങ്കിലും തന്റെ ഭാര്യയെയോ മക്കളെയോ വിശ്വാസത്തിൽ നിലനിർത്തുവാൻ തനിക്ക് സാധിച്ചില്ല. ദൈവത്തിന്റെ ന്യായവിധിക്ക് കീഴിലുള്ള പാപപങ്കിലമായ സൊദോം നഗരത്തോടുള്ള അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹം കാരണം ലോത്തിന്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കിയതായി നാം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്ന ദർശനത്തിൽ ബാബിലോണിനെ കുറിച്ച് വിലപിച്ച രാജാക്കന്മാരെ പോലെ അവളുടെ മനോഭാവം ദൈവികമാണോ അല്ലയോ എന്ന് ശ്രദ്ധിക്കാതെ അവൾ അപ്പോഴും ദുഷ്ടതയേറിയ നഗരത്തെ സ്നേഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു. അജ്ഞാതമായൊരു തെറ്റിനല്ല അവൾ ശിക്ഷിക്കപ്പെട്ടതെന്ന് ഇതിനാൽ നമുക്ക് മനസ്സിലാക്കാം. അവിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്ത മനഃപൂർവമായ അനുസരണക്കേട് കാരണമായിരുന്നു താൻ ശിക്ഷിക്കപ്പെട്ടത്. അന്ത്യനാളുകളെക്കുറിച്ച് പ്രസ്താവിക്കുന്ന സമയത്ത് കർത്താവ് ഇങ്ങനെ പറയുകയുണ്ടായി. ലൂക്കോസ് 17:31 അന്ന് വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിനകത്തുള്ള സാധനമെടുപ്പാൻ ഇറങ്ങിപ്പോകരുത്. അവണ്ണം വയലിൽ ഇരിക്കുന്നവനും പിന്നോക്കം തിരിയരുത്. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. നാം അമൂല്യമായി കരുതുന്നതെന്തോ അത് നമ്മുടെ ഹൃദയത്തെ പിടിച്ചു നിർത്തും. അതുകൊണ്ട് ഭൂമിയിലുള്ളത് നിക്ഷേപമായി കാണാതെ സ്വർഗത്തിൽ നിക്ഷേപിക്കുവാൻ കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ലോത്തിൽ നിന്ന് വ്യത്യസ്തമായി സൊദോം നഗരത്തിന്റെ ദുഷ്ടതയുടെ വ്യക്തമായൊരു ദൃഷ്ടാന്തം നാം ഈ അധ്യായത്തിൽ കാണും.
ദൂതന്മാർ ലോത്തിനൊപ്പം താമസിച്ച രാത്രി ആ പട്ടണവാസികൾ ബലമായി തന്റെ വീട്ടിനകത്തേക്ക് കടക്കുവാൻ ശ്രമിച്ചു. പക്ഷെ ദൈവം വാതിൽക്കലുണ്ടായിരുന്ന പുരുഷന്മാർക്ക് ആ ബാലവൃദ്ധം അന്ധത പിടിപ്പിച്ചു. അവർക്ക് പോലും മനസ്സിലാക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ അപ്രീതിയുടെ അടയാളമായ വ്യക്തമായ ഒരു അത്ഭുതമായിരുന്നു. എന്നിട്ടും അവർ ദൈവഭയത്തിൽ തങ്ങളുടെ ദുഷിച്ച ചിന്തകളെക്കുറിച്ച് അനുദപിക്കുന്നതിന് പകരം രാത്രി മുഴുവൻ വാതിലിന് വേണ്ടി തപ്പി നടന്നതായി നാം വായിക്കുന്നു. അതുപോലെ ഇതെല്ലാം കൺമുമ്പിൽ സംഭവിക്കുന്നത് കണ്ടിട്ടും തന്റെ പെൺമക്കൾ അവിശ്വാസികളായി തുടർന്നു. സ്വന്തം പിതാവിനാൽ ജനിച്ച അവരുടെ ജാരസന്തതികളായ മോവാബും അമോനും പിന്നീട് ദുഷ്ടത നിറഞ്ഞ രാജ്യങ്ങളായി തീർന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം. സദൃശവാക്യം 29 അധ്യായത്തിൽ 1 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു. നമ്മുടെ സ്വന്തം ബുദ്ധിയേക്കാൾ ഉപരി ദൈവത്തിന്റെ കൽപ്പനകളിലും നിർദ്ദേശങ്ങളിലും ആശ്രയിച്ച് ദൈവഭയത്തിൽ ജീവിത തീരുമാനങ്ങൾ നാം എടുക്കേണ്ടതാണ്. ഇങ്ങനെ മാത്രമേ നമുക്ക് വിശ്വാസ ജീവിതം നയിക്കുവാനും ദൈവത്തിൽ നിന്നുള്ള നല്ല സാക്ഷ്യം പ്രാപിക്കുവാനും സാധിക്കൂ. നശിച്ചു പോകുന്ന ഈ ലോകത്തിലല്ല, മറിച്ച് ദൈവസന്നിധിയിൽ എന്നേക്കും നിലനിൽക്കുന്ന നിക്ഷേപം സ്വരൂപിക്കുവാൻ വിശ്വാസത്താൽ മാത്രമേ നമുക്ക് സാധ്യമാവൂ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ജനമെന്നെയും തേടി വൻ ക്രൂശു ചുമന്നോ നീ ജനമെന്നെയും തേടി വൻ ക്രൂശു ചുമന്നോ നീ എൻ പാപത്തിൻ ഫലമാം മരണം സഹിച്ചൻ പാപത്തിൻ ഫലമാം മരണം സഹിച്ച് എന്നെയും വീണ്ടെടുത്തോ കരുണയിൻ സാഗരമേ എന്നെന്നും പാടിപ്പുകഴ്ത്തും ഞാൻ കാൽവരിയിൻ സ്നേഹം